ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല മടിയുള്ള ദിവസങ്ങളിൽ 2 മിനിറ്റിനുള്ളിൽ മോര് കൊണ്ടുണ്ടാക്കാവുന്ന അടിപൊളി കറിയാണ് കേട്ടോ. ഇത് മാത്രം മതിയാവും ഒരു കലം ചോറുണ്ണാനായിട്ട്. എന്നൊന്നും പറയുന്നില്ല, എന്നാലും അത്യാവശ്യം ഇത് മതിയാവും നമുക്കൊരു ചോറുണ്ണാനായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് തൈര് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈ നിറയെ കുഞ്ഞാക്കിയിട്ടുള്ള സവാള കേട്ടോ, ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള മുളക് പൊടി, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. വേറെ പണിയൊന്നുമില്ല. ഇനി ഇതിലേക്ക് കടുക് മാത്രം നമ്മൾ താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉലുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുക് ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളകും കൂടി ഒന്ന് കഷ്ണിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് നേരെ ഈ ഒരു സംഭവം നമ്മുടെ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടണം. ഈ വെളിച്ചെണ്ണ, ഈ കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു പണിയില്ല. സംഭവം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ ഈസി റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.